ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒരു കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡീസ് ഐറെ മലയാള സിനിമ ഇന്ന് റിലീസായിട്ടുണ്ട്. പ്രണവ് മോഹൻലാലാണ് നായകനായി അഭിനയിക്കുന്നത്. ഡയറക്റ്റ് ചെയ്യുന്നത് രാഹുൽ സദാശിവൻ, ബ്രഹ്മയുഗം പ്രേമു. അപ്പോൾ ഈ സിനിമ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നല്ല ബെസ്റ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് ഹൊറർ സിനിമ ഇൻ മലയാളം എന്ന് പറയാം. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അത്രയും നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ നമ്മൾ നന്നായിട്ട് വെട്ടിപ്പിക്കുന്നുണ്ട്, പേടിപ്പിക്കുന്നുണ്ട്. മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമ തന്നെയാണ്. OTTക്ക് വേണ്ടി കാത്തിരിക്കരുത്. നമ്മുടെ പ്രണവ് മോഹൻലാലിൻ്റെ അഭിനയം മികച്ചതായിട്ട് വന്നിട്ടുണ്ട്, നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ആക്ടിങ് എബിലിറ്റി നന്നായി തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടൻ്റെ മകനാണെന്നുള്ളൊരു അഭിനയത്തിൽ തെളിയിച്ചിട്ടുണ്ട്. ഡീസ് ഐറെ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ മലയാളത്തിൽ കണ്ട ഒരു പ്രേത സിനിമകളിൽ എടുത്തു വെക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്, ചേർത്ത് വെക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് ഡീസ് ഐറെ. പുതിയൊരു പാറ്റേണാണ്, പുതിയ തരം ഒരു പ്രേത സിനിമയാണ്. ഇതുവരെ മലയാള സിനിമ കണ്ടുവരാത്തൊരു രീതിയിലാണ് ഈ ഒരു സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വിഷ്വൽ എഫക്ട്സും തന്നെ, സൗണ്ട് ക്വാളിറ്റി ആയാലും തന്നെ, സൗണ്ട് മിക്സിങ്, ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് എല്ലാം ഇതിനകത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും പോയി കാണുക. ഈ സിനിമയുടെ കഥയും മറ്റു കാര്യങ്ങളും സ്പോയിൽ ചെയ്യുന്നില്ല. അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ടതാണ്, ആസ്വദിക്കേണ്ടതാണ്. ഡോണ്ട് മിസ് ഇറ്റ്. പോയി കാണും. അടുത്തുള്ള തിയേറ്ററിൽ തന്നെ നല്ലൊരു മികച്ച തിയേറ്റർ തിരഞ്ഞെടുത്ത് പോയി കാണുക. അപ്പോൾ ഡീസ് ഐറെ പെർഫെക്റ്റ് ഹൊറർ സിനിമ, 5 ഔട്ട് ഓഫ് 5 എന്ന് പറയാം. പോയി കാണും. എന്തായാലും ഇതൊരു പ്രണവ് മോഹൻലാൽ ഒരു നല്ലൊരു സിനിമയായിട്ട് വരും. ഈ ഒരു സിനിമ നല്ല ശ്രദ്ധ നേടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും എല്ലാവർക്കും കൺഗ്രാജുലേഷൻ, നല്ലൊരു സിനിമ തന്നതിന്. അപ്പോൾ വേറെ ഒന്നുമില്ല ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ബൈ, ടേക്ക് കെയർ.